നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് മുൻ കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് ജമ്മുകാശ്മീരിൽ രൂപീകരിച്ച ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി എന്ന പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലെയും പിരിച്ചുവിട്ടിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന, ജില്ലാ, പ്രവിശ്യ ഭാരവാഹികളെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കമ്മിറ്റികളും വിടുകയും ചെയ്തിട്ടുണ്ട്. 2022 സെപ്റ്റംബറിലാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയതിനു ശേഷം ഗുലാം നബി ആസാദ് സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കിയത്. ജമ്മു കാശ്മീരിൽ വലിയ സ്വാധീനം ഈ പാർട്ടി ചെലുത്തുമെന്നായിരുന്നു കരുതിയിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രോഗ്രസീവ് ആസാദ് പാർട്ടി എന്ന ഗുലാം നബി ആസാദിൻ്റെ പാർട്ടി 3 സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും ഒരിടത്തും വിജയിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 മാസം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി 25 സീറ്റുകളിലായിരുന്നു മത്സരിച്ചത്. പക്ഷേ പകുതിയോളം മണ്ഡലങ്ങളിലും ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് നോട്ടേക്കാളും കുറഞ്ഞ വോട്ടുകളായിരുന്നു. ഭൂരിഭാഗം മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച പൈസ പോലും ലഭിച്ചില്ല. ഈ ഗുലാം നബി ആസാദിൻ്റെ സ്വന്തം തട്ടകമായ ദോദയിൽ പോലും പാർട്ടിക്ക് കനത്ത തിരിച്ചടിയും പരാജയവുമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പാർട്ടി ഏതാണ്ട് നിർജീവ അവസ്ഥയിലായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിട്ടുകൊണ്ട് ഗുലാം നബി ആസാദ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിലെ എല്ലാ കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്മിറ്റികൾക്ക് നേരെ കമ്മിറ്റികൾ ഇങ്ങനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് ഈ ജമ്മു കാശ്മീരിലെ കുറച്ച് നേതാക്കൾ ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടുപോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു. അവരൊക്കെ തിരികെ തങ്ങളുടെ മാതൃസംഘടനയിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗുലാം നബി ആസാദ് ഏകനാകുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരം നടപടികളൊക്കെ സ്വീകരിക്കുന്നതെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്.